2023 അവസാനിച്ചിരിക്കുകയാണ്. രൂക്ഷമായ യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് ലോകവും ഇന്ത്യയും ഈ വർഷം കടന്നുപോയത്. ജനാധിപത്യം, രാഷ്ട്രീയം, ആരോഗ്യം, സാമൂഹ്യനീതി, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ മേഖലകളെല്ലാം തന്നെ നാം കഠിന യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുകയും അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ ഈ വർഷത്തിൽ തീർക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളിലൂടെയെല്ലാം കേരളീയത്തിൻ്റെ ഉള്ളടക്കങ്ങൾ പല രൂപത്തിലും പല ഫോർമാറ്റിലും കടന്നുപോയിട്ടുണ്ട്. അത്തരത്തിൽ കേരളീയത്തിൻ്റെ ഉള്ളടക്കങ്ങളിലൂടെയും കഴിഞ്ഞ വർഷത്തെ പ്രധാന സംഭവങ്ങളെ അവലോകനം ചെയ്യുകയാണ് നമ്മളിവിടെ. 2023 ഏറ്റവും ദുഃഖകരമായ അല്ലെങ്കിൽ ഭീതിതമായ ഒരു വർഷമായിട്ടായിരിക്കും അടയാളപ്പെടുത്തുക എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ തുടരുന്ന ഒക്ടോബർ 7 തുടങ്ങുകയും ഇപ്പോഴും തുടരുകയും ചെയ്യുന്ന യുദ്ധമാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത്. 20,000-ലധികം പേരാണ് നിലവിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗാസയിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതിൽ 8,000 പേര് കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം. അതുപോലെ തന്നെ UN അഭയാർത്ഥി ഏജൻസി, അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ, ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ജനവാസ മേഖലകൾ, ഇങ്ങനെ എല്ലാ ജനങ്ങൾ അഭയം പ്രാപിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും ആക്രമിച്ചുകൊണ്ട്, അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട്, യുദ്ധ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടൊക്കെ നിർബാധം ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഈ ആക്രമണത്തിനെ ചെറുക്കാനോ അല്ലെങ്കിൽ അതിന് അവസാനം വരുത്തുവാനോ ഒന്നും ഇതുവരെ അന്താരാഷ്ട്ര ശക്തികൾക്കോ അല്ലെങ്കിൽ UN പോലുള്ള ഏജൻസികൾക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് UN ഒരു നോക്കൂത്തിയായി മാറുകയും അല്ലെങ്കിൽ മരിച്ചവരുടെ എണ്ണം എടുക്കുന്ന ഒരു ഏജൻസിയായി അധപതിക്കുകയും ചെയ്തു എന്നുള്ളത് കൂടിയാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വസ്തുത. ഇസ്രായേൽ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളടക്കം മരിക്കുമ്പോഴും ഇന്ത്യ ഇസ്രായേലിൻ്റെ പക്ഷത്താണ് എന്നുള്ളതാണ് സങ്കടകരമായൊരു കാര്യം. ഇസ്രായേൽ പലസ്തീന് മേലെ നടത്തുന്ന ഈ വംശഹത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും ഇതോടൊപ്പം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2023 മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി ഒരു പ്രധാന മനുഷ്യാവകാശ പ്രശ്നമായിട്ട് കടന്നു വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ജെഫ്രി ഹിൻഡൻ തന്നെ ഗൂഗിളിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരികയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ലോകത്തിന് നൽകുകയും ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യബുദ്ധിയെ അതിജയിക്കുമെന്നും മാനവികതയെ തകർക്കുമെന്നുമൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഹിൻഡൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല മേഖലകളിൽ പല തലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഈ യുദ്ധമേഖലകളിലെ ഇടപെടൽ പോലെ തന്നെ പോലീസിങ്ങിലെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗങ്ങൾ തികച്ചും വംശീയപരമാണെന്നും പക്ഷപാതിത്വപരമാണെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ നാടുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അത് സൃഷ്ടിക്കുന്ന തൊഴിൽ പ്രശ്നം ഈ വർഷം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് പേർക്ക് ഈ വർഷം തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല തരം ജോലികൾ ചെയ്യുന്നവർക്കും പല രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം ജോലി നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് ഇനിയും രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യം മാത്രമേ ഈ കാര്യത്തിൽ നിലവിലുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിലും മാത്രമല്ല കേരളത്തിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയുള്ള ക്രൈമുകൾ, ഇപ്പോൾ ഡീപ്പ് ഫേക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്രൈമുകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ തട്ടിപ്പുകൾ നമ്മൾ കണ്ടു. അപ്പം ഈ സാങ്കേതികപരമായിട്ടുള്ള ഒരു വിപ്ലവം മനുഷ്യനെ മുൾമുനയിൽ നിർത്തിയ ഒരു വർഷം കൂടിയായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ വലിയ സൂചനകൾ നൽകിയ ഒരു വർഷം കൂടിയായിട്ട് 2023 നമുക്ക് അടയാളപ്പെടുത്താമെന്ന് തോന്നുന്നു. ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗീസ് മുഹമ്മദിക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടി എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തിനെതിരെ നിരന്തരം പോരാടിയ ഒരു സ്ത്രീയായിരുന്നു അവർ. ഏകദേശം 13 പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെടുകയും 5ഓളം കേസുകളിൽ തെറ്റുകാരിയാണെന്ന് കണ്ടെത്തി തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നർഗീസിന് ഈ നോബൽ പ്രൈസ് കിട്ടുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. 2023 സംബന്ധിച്ച് മനുഷ്യാവകാശ മേഖലയിൽ വളരെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ് നർഗീസിന് കിട്ടിയ ഈ അവാർഡ്. നർഗീസ് മുഹമ്മദിയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ്
ഇറാനിലെ മതഭരണകൂടം ഏകദേശം 30 വർഷത്തോളം ആണ് അവർക്ക് ജയിൽവാസം വിധിച്ചത്. അതുപോലെ ഈ ജയിൽവാസത്തിൽ പല സമയങ്ങളിലും അവർ അനുഭവിച്ചിട്ടുള്ളത് ഭീകരമായിട്ടുള്ള കഠിനമായ മനുഷ്യാവകാശ ലംഘനങ്ങളുള്ള ജയിൽവാസമാണ്. അത് വൈറ്റ് ടോർച്ചർ എന്ന അവരുടെ പുസ്തകത്തിൽ അവരതിനെ പറ്റി പറയുന്നുമുണ്ട്. അപ്പോൾ വൈറ്റ് ടോർച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയാനുഭവങ്ങളെയും നശിപ്പിക്കുക ചെയ്യുക. ഒരേ രൂപത്തിലുള്ള ഭക്ഷണം എല്ലാ ദിവസവും കൊടുക്കുക, അതുപോലെ ഒരേ ലൈറ്റിങ്ങിൽ ഒരു ജീവിതകാലം മുഴുവൻ, ജീവിതകാലമല്ല ജയിൽവാസത്തിൻ്റെ സമയം മുഴുവൻ അയാളെ പാർപ്പിക്കുക. അയാൾക്ക് പകലേതാണ് രാത്രിയാണ് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ആയിരിക്കും അതിൻ്റെ ലൈറ്റിങ്. അതുപോലെ ഒരു വൃത്തിയാക്കാത്തൊരു ബാത്റൂമിൻ്റെ വാടയായിരിക്കും ആ റൂമിൽ എപ്പോഴും ഉള്ളത്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ അയാളെ പാർപ്പിക്കുകയും അയാളുടെ എല്ലാ ഇന്ദ്രിയാനുഭവങ്ങളെയും നശിപ്പിക്കുക, അയാളുടെ മാനസികാവസ്ഥയും മുഴുവൻ തകരാറിലാക്കുന്ന രീതിയിലുള്ള ഒരു ജയിൽ വാസമാണ് നർഗീസ് മുഹമ്മദി അനുഭവിച്ചിട്ടുള്ളത്. ഇറാനിലെ ജയിലുകളെക്കുറിച്ച്, അതിൻ്റെ വൈറ്റ് ടോർച്ചർ അനുഭവങ്ങളെക്കുറിച്ചും നിഖിൽ പറഞ്ഞപ്പോൾ, ഞാൻ കേരളത്തിൽ ഈ വർഷം ജയിൽവാസം സ്വീകരിക്കുകയും അതിനെ ഒരു സമരമുറയായി അടയാളപ്പെടുത്തുകയും ചെയ്ത ഒരു മനുഷ്യനെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. 93 വയസ്സുകാരനായ ഗ്രോവാസു. കേരള പോലീസിൻ്റെയും അതിൻ്റെ ഭാഗമായ തണ്ടർബോൾട്ട് സേനയുടെയും എൻകൗണ്ടർ കൊലപാതകങ്ങൾക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധ സമരമായിരുന്നു 1.5 മാസത്തോളം കാലം ഗ്രോവാസു ജയിൽ ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട്, പിഴയടക്കാൻ വിസമ്മതിച്ച് ജാമ്യം നിഷേധിച്ച് ജയിൽ ജീവിതം തിരഞ്ഞെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുൻപിൽ നടത്തിയത്. എന്നാൽ ഈ 1.5 മാസക്കാലത്തെ ജയിൽവാസത്തിനും അതിനിടയിൽ ഗ്രോവാസു ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾക്കും വിഷയങ്ങൾക്കും എല്ലാം ശേഷം കോടതി ഗ്രോവാസുവിനെ വെറുതെ വിട്ടെങ്കിലും ഗ്രോവാസു ഉന്നയിച്ച വിഷയങ്ങൾ വീണ്ടും ഓർമ്മയുടെ തടങ്കലിൽ അടക്കപ്പെടുകയാണ് ചെയ്തത്. കോടതിയിലെ വിചാരണ വേളയിൽ വാസുചേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 8 പേരെ വെടിവെച്ചു വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസില്ല, പക്ഷേ അതിനെതിരെ പ്രതിഷേധിച്ച എനിക്കെതിരെ കേസുണ്ട്. നിയമത്തിൻ്റെ ഈ ഇരട്ടത്താപ്പിനെ അല്ലെങ്കിൽ നീതി അഡ്രസ്സ് ചെയ്യാത്ത നിയമത്തിനെ വളരെ വ്യക്തമായിട്ട് തുറന്നു കാണിക്കാൻ ഈ പോരാട്ടത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സാങ്കത്യം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ക്യൂർ സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു വിധി വന്ന വർഷമാണ് 2023. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത ലഭിക്കുമെന്ന് അവർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു. എന്നാൽ 5 അംഗ ഭരണഘടനാ ബെഞ്ച് മൗലിക അവകാശമല്ല, സ്വവർഗ വിവാഹം മൗലിക അവകാശമല്ലെന്ന് ഏകകണ്ഠേനെ വിധി പ്രസ്താവിച്ച ഒരു വർഷമാണ് 2023. സുപ്രീം കോടതിയുടെ ഈ വിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതേപ്പറ്റി നിയമനിർമ്മാണം നടത്തേണ്ടത് പാർലമെൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് കോടതി ചെയ്തത്. കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ട്രാൻസ്മെന്നായ പ്രവീൺനാഥ്, ആക്ടിവിസ്റ്റൊക്കെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രവീൺനാഥിൻ്റെ ആത്മഹത്യ 2023 ക്യൂർ സമൂഹത്തിന് മൊത്തത്തിൽ വലിയൊരു ഷോക്ക് നൽകിയതായിരുന്നു. അങ്ങനെ നോക്കിയാൽ പ്രവീൺ മരിച്ച മാസത്തിൽ തന്നെ കമ്മൗട്ട് ആവാത്ത ക്യൂർ വ്യക്തിയുടെ ഒരു സൂയിസൈഡ് ഉണ്ടായി. 2023 നിരവധി ആത്മഹത്യകളുണ്ടായി ക്യൂർ സമൂഹത്തിൽ നിന്ന്. ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന നിലയിൽ ഇത്തരത്തിൽ ഈ കമ്മ്യൂണിറ്റിക്കിടയിൽ ഉണ്ടാകുന്ന ആത്മഹത്യകളെക്കുറിച്ച് വിശദമായി പഠിക്കുകയും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് കൃത്യമായൊരു ഡേറ്റ ഇല്ല. എത്രത്തോളം ആളുകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഡേറ്റ ഇല്ല. അവർക്ക് വേണ്ട കൗൺസിലിംഗ് നൽകാനും ഒക്കെ ഉള്ള ഒരു രീതിയിൽ ഒരു സംവിധാനം ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഉയർന്നു വരണം എന്ന് 2023 ഇത്തരം ആത്മഹത്യകൾ സൂചിപ്പിക്കുന്നുണ്ട്. ക്യൂർ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് 2023 ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ക്യൂർ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ അതിനെതിരെ സംഘടിതമായിട്ട് ഒരു വിഭാഗം ഉണ്ടാവുകയും അവരൊരു സംഘടന രൂപീകരിക്കുകയും ക്യൂർ ഫോബിക് ആയിട്ടുള്ള കണ്ടന്റുകളും അതുപോലെ ക്യൂർ കമ്മ്യൂണിറ്റിക്കെതിരെയും ക്യൂർ മനുഷ്യർക്കെതിരെയും ആക്രമണങ്ങൾ സംഘടിതമായിട്ട് അഴിച്ചുവിടുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടും അതിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള നടപടികൾ സ്വീകരിക്കാനൊന്നും സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നം, ആ പ്രശ്നത്തെ കൂടി നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതുപോലെ 2023 മറ്റൊരു പ്രധാന സംഭവം, എന്നാൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പൊതുവിൽ അത്ര ചർച്ചയിൽ വരാതിരുന്നൊരു കാര്യമാണ് SC/ST വിദ്യാർത്ഥികളുടെ, അത് കോളേജിലെ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ PhD ഗവേഷകരുടെയും സമരം. 11 മാസത്തോളം ഫെലോഷിപ്പ് ലഭിക്കാതെ 350ഓളം ഗവേഷകർ പരസ്യമായിട്ട് സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരത്തിലേക്ക് വരേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസം എത്തി എന്നുള്ളൊരു കേരളം അഭിമുഖീകരിച്ച് വലിയൊരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ കോളേജുകളിലായാലും സ്റ്റൈഫൻഡ്, അതുപോലെ ഹോസ്റ്റൽ ഫീ,
മറ്റ് ഭത്തകൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ, അവകാശങ്ങളൊക്കെ ലഭിക്കാതെ വിദ്യാർത്ഥികൾ എല്ലാവരും സമരത്തിൽ ഇറങ്ങേണ്ടി വരികയും അല്ലെങ്കിൽ പലരും നമ്മളറിയുന്നില്ല, കണക്കുകളില്ലാതെ പലരും ഡ്രോപ്പ് ഔട്ടായിട്ട് പോകുന്ന ഒരവസ്ഥയും ഈ വർഷം ഉണ്ടായി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ സ്കോളർഷിപ്പ് നിഷേധിക്കപ്പെട്ട കുട്ടികൾ പൈക്കിൻജന സമരവും ആദിശക്തി സമ്മർ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരവും നടന്നിരുന്നു. എന്നിട്ട് അവർ മന്ത്രിയെ കാണുകയും മന്ത്രി രാധാകൃഷ്ണനോട് തങ്ങളുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തെങ്കിലും മന്ത്രിയുടെ ഭാഗത്തുനിന്നും അവർക്ക് ഒരു പോസിറ്റീവായൊരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ദളിത് ആദിവാസി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നത്തെ പറ്റി നമ്മൾ സംസാരിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ന്യൂനപക്ഷ അവകാശങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ ഈ വർഷം നടന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹിന്ദു റിലീജിയസ് പ്രൊസഷൻസിൻ്റെ ഭാഗമായിട്ട് നടന്ന ആക്രമണങ്ങളാണ്. അതിനൊരു തുടർച്ചയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രാമനവമിയായിട്ട് ബന്ധപ്പെട്ടും ഹനുമാൻ ജയന്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഘോഷയാത്രകൾ ഒരു ആക്രമണ യാത്രകളായിട്ട് മാറുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടരുന്നുണ്ട്. പക്ഷേ 2023 നമ്മൾ അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു ഫേസ് കാണുകയുണ്ടായി. ഇപ്പോൾ ബീഹാറിലായാലും അല്ലെങ്കിൽ ഹൈദരാബാദിലായാലൊക്കെ നടന്ന ഘോഷയാത്രകൾ വലിയ ആക്രമണങ്ങളിലേക്ക്, മുസ്ലിം പള്ളികൾ കത്തിക്കുന്ന രീതിയിലേക്ക്, ഇപ്പോൾ ബീഹാറിലെ മദ്രസ സീസിയ എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള പള്ളിയും അതിൻ്റെ ലൈബ്രറിയൊക്കെ തീ വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ അതിനുശേഷം ഹരിയാനയിലെ നൂഹിൽ നടന്ന സംഘർഷം, ഇവിടെയൊക്കെ ഈ ബജ്രംഗ് ദൾ പോലുള്ള അല്ലെങ്കിൽ VHP പോലുള്ള അല്ലെങ്കിൽ മറ്റ് പല പേരുകളിൽ അറിയപ്പെടുന്ന സംഘപരിവാറിൻ്റെ പല നേതാക്കളും നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ, മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ഞങ്ങൾ രാമനെ ജയ് വിളിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഘോഷയാത്രകൾ നടത്തുകയും വലിയ രീതിയിൽ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻസിഡൻസിലെല്ലാം തന്നെ കൂടുതലധികം കേസുകൾ എടുക്കപ്പെടുന്നത് ഈ മുസ്ലിങ്ങൾക്കെതിരെയാണ്. അതായത് ഒരു സംവിധാനം മുഴുവൻ, അതായത് പോലീസ് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ മൊത്തം അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഘോഷയാത്രകളും അതിനെ തുടർന്നുള്ള കേസുകളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നത്. എന്ന് മാത്രമല്ല, നൂഹിലെ ഈ സംഘർഷത്തെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ മോനു മനേസർ എന്ന പശു സംരക്ഷകനായിട്ടുള്ള കൊലപാതക കേസുകളിലെ പ്രധാന പ്രതിയായിട്ടുള്ള എന്നാൽ പിടിക്കപ്പെടാത്ത ഒരു അക്രമി അതിന് നേതൃത്വം നൽകുമെന്നുള്ള പ്രചാരണത്തോടെയാണ് ആ ഘോഷയാത്ര സംഘടിപ്പിക്കപ്പെടുന്നത് തന്നെ. 2023 ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നൊരു പ്രശ്നം മണിപ്പൂരിലുണ്ടായ കലാപമാണ്. അത് മണിപ്പൂരിലുണ്ടായത് കലാപമാണോ അതോ ഒരു വിഭാഗത്തിനെതിരെ നടന്ന അതിഭീകരമായ ആക്രമണമാണോ എന്നുള്ളത് ഒരു ചർച്ചയാണ്. മണിപ്പൂർ കലാപത്തിൽ ഏറ്റവും എവിഡൻ്റായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു തീവ്ര വലതുപക്ഷ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിന് ജനങ്ങളെ എങ്ങനെ പരമാവധി വിഘടിപ്പിക്കാനും ജനങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാക്കാനും ഒരിക്കലും കൂടിച്ചേരാനാകാത്ത വിധം മുറിവുകൾ ഉണ്ടാക്കാനും സാധിക്കുന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവായിരുന്നു മണിപ്പൂർ കലാപത്തിൻ്റെ ആദ്യ നാളുകളിലേക്ക് നോക്കിയാൽ മണിപ്പൂരിൽ അപ്പോൾ ഭരിച്ചിരുന്ന ബിരേൻ സിംഗ് ഗവൺമെൻറ് കുക്കി വിഭാഗത്തെ തുടക്കത്തിൽ തുടങ്ങി അനധികൃത കുടിയേറ്റക്കാരായിട്ടും പോപ്പി കൾട്ടിവേറ്റേഴ്സായിട്ടും ഒക്കെ ചിത്രീകരിച്ച് ആ കമ്മ്യൂണിറ്റിയെ പല രീതിയിൽ ആക്രമിക്കുന്നത് പരസ്യമായി ചെയ്തത് BJPയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ബിരേൻ സിംഗ് ആണ്. അതിനിടയിലാണ് ഭൂരിപക്ഷം മെയ്തേയ് വിഭാഗത്തിനും പട്ടികവർഗ സ്റ്റാറ്റസ് നൽകണമെന്ന ഹൈക്കോടതി വിധി വരുന്നത്. ഈ വിധിക്കെതിരെ മണിപ്പൂരിലെ നാഗ അതുപോലെ കുക്കി ആദിവാസി വിഭാഗങ്ങൾ പ്രതിഷേധിക്കുകയും ആ പ്രതിഷേധത്തെ തുടർന്ന് കുക്കി യുദ്ധസ്മാരകം തകർക്കപ്പെട്ടു എന്നുള്ളൊരു വാർത്ത തീവയ്ക്കുകയുണ്ടായി എന്നുള്ളൊരു വാർത്തയെ തുടർന്നാണ് ഈ കലാപം തുടങ്ങുന്നത്. എന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത് മെയ്തേയ് മേഖലകളിൽ എല്ലാം കുക്കികൾ പൂർണ്ണമായിട്ടും ആക്രമിക്കപ്പെടുകയും ഒത്തിരി പേര് കൊല്ലപ്പെടുകയും കുക്കി ഗ്രാമങ്ങളും കുക്കി വീടുകളൊക്കെ തീവയ്ക്കപ്പെടുകയും അവർക്കത് പൂർണ്ണമായിട്ടും പലായനം ചെയ്യേണ്ടിയും വരികയാണ് ഉണ്ടായത്. അതേസമയം തന്നെ മെയ്തേയ് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ മണിപ്പൂർ സർക്കാരിൻ്റെ കീഴിലുള്ള വെടിമരുന്നുകളും ആയുധങ്ങളും തോക്കുകളൊക്കെ കവർന്നെടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ കലാപം ഒരു തരത്തിൽ കുക്കികൾക്കെതിരെയുള്ള വലിയ അതിക്രമമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടൊക്കെ പറയുന്നത് കുക്കി മേഖലകളിൽ തുടക്കത്തിലൊന്നും തന്നെ ഒരു മെയ്തേയ് ആളെയും കൊല്ലപ്പെട്ടിട്ടില്ല, ശാരീരികമായി ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ആക്രമണങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ സ്ത്രീകൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങൾ കൂടെ വളരെ നിരാശാജനകമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീകളെ പൊതുമധ്യത്തിൽ നഗ്നരാക്കുകയും ലൈംഗികമായി വളരെ ക്രൂരമായ ആക്രമണങ്ങൾ നടക്കുകയും ചെയ്തു ഈ സംഭവത്തിൻ്റെ പിന്നാലെ. അതോടൊപ്പം തന്നെ ഈ കുക്കി സ്ത്രീകളെ ആക്രമിക്കുന്നതിന് വേണ്ടി മെയ്തേയ് സ്ത്രീകൾ വിവരങ്ങൾ കൈമാറുകയും മുന്നിട്ടിറങ്ങുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അറിയുകയുണ്ടായി. ആ മണിപ്പൂർ വിഷയത്തിൽ മൗനം പാലിച്ചുകൊണ്ട് മോദി ചെയ്തത് പുതിയ പാർലമെൻറ്റ് ഉദ്ഘാടനമായിരുന്നു. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് അഥവാ സെൻട്രൽ വിസ്ത ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്
VD സവർക്കറുടെ ജന്മദിനത്തിലായിരുന്നു. അതുപോലെ തന്നെ ആ ഉദ്ഘാടനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ തലവനായ ദ്രൗപദി മുർമുവിനെ, ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി വനിതാ പ്രസിഡൻ്റായ ദ്രൗപദി മുർമുവിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ആ ഉദ്ഘാടനം നടന്നത്. അങ്ങനെ നമ്മൾ ഈ വർഷം മുഴുവൻ കണ്ടത് പാർലമെൻറ്റിൽ നിന്ന് ജനാധിപത്യത്തെ അല്ലെങ്കിൽ വിമർശന സ്വരത്തെ അല്ലെങ്കിൽ വിമത സ്വരത്തെ മുഴുവൻ പുറത്താക്കുന്ന പുതിയൊരു മാതൃക, അങ്ങനെ പുതിയൊരു പാർലമെൻറ്റ് ആശയപരമായിട്ടും അല്ലെങ്കിൽ നിർമ്മാണം എന്ന രീതിയിലും പുതിയൊരു പാർലമെൻറ്റിനെ വെക്കുകയാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 2023 ചെയ്തത്. ഈ പുതിയ പാർലമെൻറ്റിൽ വെച്ചിട്ടാണ് BJP അംഗമായ രമേശ് ബിദുരി BSP അംഗമായ ഡാനിഷ് അലിയക്കെതിരെ വർഗീയ പരാമർശങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഈ വർഗീയ പരാമർശങ്ങൾ സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് രമേശ് ബിദുരിയിൽ നിന്നുണ്ടായ ഇത്രയും വർഗീയമായ പരാമർശങ്ങളിൽ തനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നതൊക്കെ ഡാനിഷ് അലി പറയുകയുണ്ടായിരുന്നു. എന്നാൽ ബിദുരിക്കെതിരെ യാതൊരു നടപടികളും എടുക്കാതിരുന്ന ഇതേ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കോഴ വാങ്ങിയെന്ന് ആരോപിച്ച് മെഹുവ മൊയ്ത്രയെ പുറത്താക്കുന്ന ഒരു നടപടി ഉണ്ടായതും 2023 മെഹുവയെ പുറത്താക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലെ പ്രതിപക്ഷത്തു നിന്നുള്ള ശക്തമായൊരു ശബ്ദമായിരുന്നു മെഹുവ എന്ന് പറയാം. മെഹുവ ചോദിച്ച ചോദ്യങ്ങളിൽ 62 ചോദ്യങ്ങളിൽ 9 എണ്ണവും അദാനിക്കെതിരെയായിരുന്നു. അത് തന്നെ ആയിരിക്കാം മെഹുവയുടെ പുറത്താക്കലിന് പിന്നിലെ ഒരു കാരണം എന്നാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ എല്ലാം പുറത്താക്കിക്കൊണ്ട് പ്രതിപക്ഷ സ്വരമില്ലാത്ത ഒരു പാർലമെൻറ്റ് തന്നെയാണ് ഇന്ത്യയിലെ നിലവിലെ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം. ഇന്ത്യയുടെ പാർലമെൻറ്റ് ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ അംഗങ്ങളെ പുറത്താക്കിയ ഒരു വർഷം കൂടിയാണ് 2023. 141 പ്രതിപക്ഷ അംഗങ്ങളെയാണ് ഇരു സഭകളിൽ നിന്നുമായിട്ട് ഈ വർഷം പുറത്താക്കിയിട്ടുള്ളത്. അതിൽ തന്നെ 78ഓളം അംഗങ്ങളെ ഒരൊറ്റ ദിവസമാണ് പുറത്താക്കുകയുണ്ടായിട്ടുള്ളത്. അതായത് പുതിയ പാർലമെൻറ്റിൽ പാർലമെൻറ്റ് അകത്തും പുറത്തും നടന്ന പുകയാക്രമണത്തെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളെയാണ് ഇന്നിലേക്ക് പുറത്താക്കിയിട്ടുള്ളത്. ഈ സമയം തന്നെ ഈ വിഷയത്തെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഈ വിഷയത്തെ ഉൾക്കാഴ്ചയോടെ സമീപിച്ച അപൂർവം നേതാക്കളിൽ ഒരാൾ രാഹുൽ ഗാന്ധിയായിരുന്നു. അതേ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ വർഷം പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം അവിടെയും രാഹുൽ ഗാന്ധി ചോദിച്ച ചില ചോദ്യങ്ങൾ, അതായത് രാഹുൽ ഗാന്ധിയുടെ പുറത്താക്കലിൻ്റെ ആ സമയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വരികയും അതുപോലെ പാർലമെൻറ്റിൽ അദാനിയുടെയും മോദിയുടെയും ബന്ധത്തെക്കുറിച്ച് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ നിരന്തരം രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തൊരു സമയമാണ്. ആ സമയത്താണ് 2019 തിരഞ്ഞെടുപ്പ് റാലിയിലെ ഒരു മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുന്നത്. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ആരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? മോദിക്കെതിരെ, അദാനിക്കെതിരെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ പാർലമെന്റിൽ ഉണ്ടാവുകയില്ല എന്നൊരു സന്ദേശം തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുക. എംപിമാരെ കൂട്ടമായി പുറത്താക്കിയതിന് ശേഷം ആ പാർലമെൻറ്റിലാണ് IPC മാറ്റി ഭാരതീയ നിയമസംഹിത പോലെയുള്ള ബില്ലുകൾ പാസ്സാക്കിയെടുത്തത്. അതും ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിയെടുത്ത ബില്ലുകളാണ്. അത് ഈ ബില്ലിൻ്റെ ഒരു അപകടം എന്ന് വെച്ചാൽ തീവ്രവാദം നിർവചിച്ചു എന്നുള്ളതാണ്. അതായത് സാമ്പത്തിക സുരക്ഷ സംബന്ധിച്ച കേസുകൾ വരുമ്പോൾ അതിനെ തീവ്രവാദ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കേസെടുക്കാം എന്നുള്ള രീതിയിലേക്ക് പരിഷ്കരിച്ചു എന്നുള്ളത് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു നിയമസംഹിത തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മോദി ഭരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ എതിർത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങൾ, പ്രതിപക്ഷ കക്ഷികളിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ സംഘടനകൾ, അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ, ഇവരെല്ലാം എന്താ പറയുക, ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആരോപിച്ചിട്ടാണ് പലപ്പോഴും നിശബ്ദരാക്കിക്കൊണ്ടിരുന്നത്. ED പോലെയുള്ള ഏജൻസികളൊക്കെ എതിർപ്പുള്ള എല്ലാവരെയും അന്വേഷിക്കാനും അവരുടെ പേരിൽ കുറ്റാരോപണം നടത്താനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിയമം ഇപ്പോൾ അനീഷ സൂചിപ്പിച്ച ഈ ഭീകരവാദത്തിൻ്റെ നിർവചനത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. 2023 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഭാരത് ജോഡോ യാത്ര. രാഹുൽ ഗാന്ധി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കാൽനടയായിട്ട് യാത്ര ചെയ്യുകയാണ് ഉണ്ടായത്. 2014 മുതൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ വളരെയധികം കമ്മ്യൂണലി വലിയ രീതിയിൽ വിഭജിക്കപ്പെടുകയൊക്കെ ചെയ്തൊരു പശ്ചാത്തലത്തിൽ നേരിട്ട് രാഷ്ട്രീയം പറയാതെ എന്നാൽ ഈ മുറിവുകൾ ഉണക്കുന്ന രീതിയിലുള്ള ഒരു യാത്ര, എല്ലാവരെയും കേട്ടുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത്. വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുടങ്ങുക എന്നുള്ളതായിരുന്നു അദ്ദേഹം തന്നെ ആ യാത്രയെ വിശേഷിപ്പിച്ചത്. ഈ യാത്രയെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നല്ല
മാറ്റം ഉണ്ടാക്കിയത് കോൺഗ്രസിൽ തന്നെയാണ്. അതിനുശേഷം നടന്ന കർണാടക സ്റ്റേറ്റ് ഇലക്ഷനിലും അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന തെലങ്കാനയിലൊക്കെ കോൺഗ്രസിൻ്റെ വിജയത്തിന് പിന്നിൽ ഈ ജോഡോ യാത്രയ്ക്ക് വലിയ പങ്കുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിന് ഉണർത്താനും കോൺഗ്രസിനുള്ളിൽ ഒരു BJPക്കെതിരെ നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത പറയാനും ഒക്കെ ഈ യാത്രയ്ക്ക് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ കർണാടക വിജയം പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് എദ്ദേളു കർണാടക എന്നുള്ള സിവിൽ സൊസൈറ്റി മൂവ്മെൻ്റ് ആയിരുന്നു. ശരിക്കും എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള ഒരു ക്യാമ്പയിൻ വളരെ വിജയകരമായി നടത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ഫലപ്രദമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലത്തിൽ പ്രതിഫലിക്കുകയുണ്ടായി. ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ മാറിയൊരു വർഷം കൂടാണ് 2023 നമുക്ക് പറയേണ്ടി വരും. അതിലുപരി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയമായി കുറച്ചുകൂടെ പക്വത നേടിയൊരു വർഷമാണ് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതിൽ സൂചിപ്പിച്ച പോലെ കർണാടകയിൽ കോൺഗ്രസിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. എന്നാൽ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമിഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വളരെ ദയനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസും BJPയും നേർക്കുനേർ പോരാടിയ ഹിന്ദി ഹൃദയഭൂമിയിലെ പോരാട്ടത്തിൽ, അതായത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും നടന്ന പോരാട്ടത്തിൽ കോൺഗ്രസിന് BJPക്ക് മേലെ ഒരു അപ്പർ ഹാൻഡ് നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ മധ്യപ്രദേശിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായെങ്കിലും അതും സാധ്യമായില്ല എന്നുള്ളതാണ്. ഈ 3 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സാമൂഹ്യ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരേപോലത്തെ പദ്ധതികൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. അതിപ്പോൾ സ്ത്രീകളെ മുന്നിൽ കണ്ടുകൊണ്ട് സ്ത്രീകൾക്ക് പെൻഷൻ, അല്ലെങ്കിൽ കർഷകർക്ക് പെൻഷൻ, അങ്ങനെ ഫ്രീ ബീസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആനുകൂല്യ വിതരണമാണ് രണ്ടുപേരും മുന്നോട്ട് വെച്ചൊരു പദ്ധതി. പക്ഷേ BJP കൃത്യമായിട്ട് അവരുടെ ഹിന്ദുത്വ അജണ്ടയെ കൃത്യമായിട്ട് മുന്നോട്ട് വയ്ക്കുകയും അതിനനുസരിച്ച് തിരഞ്ഞെടുപ്പിനെ മൊത്തം മുന്നോട്ട് കൊണ്ടുവരികയും അതുപോലെ പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതികളാണ് അവർ സ്വീകരിച്ചത്. ഇപ്പോൾ പ്രാദേശിക നേതാക്കൾക്ക് സ്വീകാര്യത ഇല്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ അവർ മോദിനെ മുന്നിൽ നിർത്തി ക്യാമ്പയിൻ ചെയ്തു. തിരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചർച്ച ചെയ്യേണ്ട 2023 നടന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബീഹാർ പുറത്തുവിട്ട ജാതി സെൻസസ് റിപ്പോർട്ട്. എനിക്ക് തോന്നുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരു സംസ്ഥാനം ജാതി സെൻസസ് വിവരങ്ങൾ പുറത്തുവിടുന്നത്. 13 കോടിയിലേറെ ജനങ്ങളുള്ള ബീഹാറിൽ 85% പിന്നോക്ക വിഭാഗമാണ്. എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന സംവരണം വെറും 50% മാത്രമാണ്. അപ്പോൾ ഈ ഒരു വിവരം പുറത്തു വന്നതോടെ വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. പ്രത്യേകിച്ച് രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയൊക്കെ തിരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കുമെന്ന് നമ്മളൊക്കെ കരുതിയിരുന്നെങ്കിലും BJPക്ക് ഉണ്ടായ വിജയം സൂചിപ്പിക്കുന്നത് അത് ഒരു തരത്തിലും സ്വാധീനിച്ചിട്ടില്ല എന്നാണ്. അത് സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ കാരണം ഇപ്പോൾ മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും ഈ ഒരു മണ്ഡൽ പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ കാസ്റ്റ് സെൻസസിൻ്റെ അതിലൂന്നിയൊരു പ്രചരണം നടത്താൻ കോൺഗ്രസ് സംസ്ഥാന ഘടകങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അല്ലെങ്കിൽ മധ്യപ്രദേശിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ OBC നേതാക്കളില്ല എന്നുള്ളത് പോലും വലിയ വെല്ലുവിളിയാണ്. അതേസമയം BJPക്ക് OBC വിഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി നേതാക്കളും അവർക്ക് കൃത്യമായിട്ട് റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ BJP മുന്നോട്ട് വരെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വരുന്നൊരു ചിത്രം എന്ന് വെച്ചാൽ BJPനെ ഒരു സവർണ്ണ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതും കൂടി ഈ 3 ഇലക്ഷനുകളിൽ കിട്ടുന്നത് വലിയൊരു ചിത്രമാണ്. 2023 കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചൊരു സംഭവം G20 ആതിഥേയത്വം ഇന്ത്യ വഹിച്ചതാണ്. 18ാമത് G20 ഉച്ചകോടി ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു നടന്നത്. G20 ഉച്ചകോടി പ്ലാനിങ് ചെയ്യുന്ന സമയത്തെ വസുധൈവ കുടുംബകം എന്ന് പറയുന്ന ആശയം മുൻനിർത്തിയാണ് അതിൻ്റെ ആസൂത്രണ പദ്ധതികളെല്ലാം ഇവിടെ നടന്നത്. എന്നാൽ G20യുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഡൽഹിയിലെ ചേരികളെല്ലാം പച്ചപ്പടുത കൊണ്ട് മറയ്ക്കുക. അതുപോലെ തന്നെ തെരുവോര കച്ചവടക്കാർ ഒരുപാടുള്ള സ്ഥലമാണ്, അവരെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ഇവിടെയൊക്കെ മോഡിയുടെ വലിയ കൂറ്റൻ ഫ്ലക്സുകൾ സ്ഥാപിക്കുക. ഈ വസുധൈവ കുടുംബകം എന്ന് പറയുന്ന ആ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന കുടുംബത്തിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ചേരികളിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ തെരുവോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന മനുഷ്യരില്ലേ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത് 2022 കേന്ദ്ര സർക്കാർ തുടങ്ങി വെച്ച ബുൾഡോസർ രാജ് എന്ന് പറയുന്ന കാര്യം G20യുടെ ഭാഗമായിട്ടും തുടർന്നു എന്നുള്ളതാണ്. 2023 ഏപ്രിൽ ജൂലൈ മാസത്തിനിടയ്ക്ക് ഏകദേശം 45ഓളം ബുൾഡോസർ യജ്ഞങ്ങൾ നടത്തുകയും 3 ലക്ഷത്തോളം മുസ്ലിം കുടുംബങ്ങൾക്ക് വീട് നഷ്ടമാവുകയും ചെയ്തു.
G20 വേദിയിൽ G20 നടക്കുന്ന ആ വേദിയിൽ മോദി ഇരുന്ന ഇരിപ്പിടത്തിന് മുമ്പിൽ ഇന്ത്യ എന്ന വാക്കിന് പകരം ഭാരത് എന്ന വാക്കാണ് രാജ്യം എന്ന് പറയുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. അതോടുകൂടിയാണ് ഇന്ത്യ ഭാരത് എന്ന് പറയുന്ന ചർച്ച ഇവിടെ കേന്ദ്ര സർക്കാർ തുടങ്ങി വെക്കുന്നത്. മോദി ഒരു ആഗോള നേതാവായി കഴിഞ്ഞു എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് BJP ഗവൺമെൻറ് G20യെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യ മാറി ഭാരതാകുമ്പോൾ ഇനി ആരെല്ലാം മറച്ചു വെക്കപ്പെടും, ആരെല്ലാം പുറന്തള്ളപ്പെടും എന്നുള്ളതിൻ്റെ കൂടി ഉദാഹരണമായിട്ടായിരുന്നു ഈ G20യുടെ സംഘാടനത്വം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. 2023 തുടക്കത്തിൽ ജനുവരിയിൽ തന്നെ BJP MPയും ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ഇന്ത്യയിലെ വനിതാ ഗുസ്തി താരങ്ങൾ ലൈംഗികാരോപണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതി പറയുകയും, എന്നാൽ ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റോ ഇതിന് നീതി നിർവഹിക്കേണ്ട ഭരണ സംവിധാനങ്ങളോ ഒന്നും ഇടപെടാതിരിക്കുകയും അവർ സമരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം വീണ്ടും അവരുടെ സമരം തുടരുന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലും അവരുന്നയിക്കുന്ന ഒരു വിഷയം അത്രത്തോളം ഗൗരവപരമായിരുന്നിട്ടും യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല. അതിൽ പ്രതിഷേധിച്ച് അവർക്ക് കിട്ടിയ ഒളിമ്പിക്സ് മെഡൽ ഉൾപ്പെടെയുള്ളവ ഗംഗാ നദിയിൽ ഒഴുക്കാനായി കൊണ്ടുവരുന്ന രംഗം നമ്മൾ TV-യിലും വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ്. എന്നാൽ ഈ പ്രതിഷേധങ്ങളൊക്കെ നടന്നെങ്കിലും ഡിസംബറിൽ ഗുസ്തി ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുമ്പോൾ ബ്രിജ്ഭൂഷൻ്റെ അനുയായി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആൾ തന്നെയാണ് വീണ്ടും തിരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അതിൽ പ്രതിഷേധിച്ച് സാക്ഷി മാലിക്, നമുക്ക് അത്രത്തോളം ഗുസ്തിയിൽ മെഡലുകൾ നേടിത്തന്നിട്ടുള്ള സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയൊക്കെ, സാക്ഷി മാലിക് ഷൂസ് ഊരി വെച്ചിട്ട് ഗുസ്തി നിർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. ബജ്രംഗ് പൂനിയ തൻ്റെ മെഡലുകൾ പത്മശ്രീ ഉൾപ്പെടെയുള്ളവ നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ ഉപേക്ഷിക്കുന്നു. അത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ഗുസ്തി ഫെഡറേഷൻ പിരിച്ചുവിടാം എന്ന രീതിയിലേക്ക് സർക്കാർ ഇടപെടലുകൾ നടത്തുന്നത്. ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ടിട്ടും ഇത്രയധികം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടും ബ്രിജ്ഭൂഷൺ ഇപ്പോഴും MP ആയിട്ട് തുടരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ബാബറി മസ്ജിദ് തകർത്ത കേസിലെ പ്രതി കൂടിയാണ് അദ്ദേഹം. 2023 അവസാന മാസത്തിലാണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധി വന്നത്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിയതിനെതിരെ തന്നെ ഇവിടെ വലിയ പ്രതിഷേധങ്ങളും എല്ലാം നടന്നിരുന്നു. പക്ഷേ ഈ വിധി ദൂരവ്യാപക ഫലങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറലിസത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ജമ്മു കാശ്മീർ നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരിക്കുമ്പോഴാണ് ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളയാം എന്നുള്ള അധികാരം ജമ്മു കാശ്മീർ നിയമസഭയുടെ ഉത്തരവാദിത്വം ആ സമയത്ത് നിർവഹിക്കുന്ന പാർലമെൻറ്റിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റാണ് ഇവിടെ അധികാരം പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ 1956 സംസ്ഥാന പുനഃസംഘടന ആക്ട് നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിനെ തിരിച്ച് യൂണിയൻ ഭരണ പ്രദേശമാക്കി മാറ്റുന്നത്. അതിനെയും കോടതി ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫെഡറൽ തത്വങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് സുപ്രീം കോടതി ഈ വിധി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതേ വിധിയിൽ തന്നെ സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ ഫെഡറൽ തത്വം വലിയ പ്രാധാന്യം കൊടുക്കുകയും ഇന്ത്യ ഒരു കോസി ഫെഡറൽ സംവിധാനമാണെന്ന് വീണ്ടും അവകാശപ്പെടുകയും ചെയ്യുന്ന വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് ബാബറി മസ്ജിദിൻ്റെ വിധിയിൽ ഉണ്ടായിരുന്ന അതേ വൈരുദ്ധ്യങ്ങൾ തന്നെ ഈ ജമ്മു കാശ്മീർ വിധിയിലും മുഴച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ജമ്മു കാശ്മീർ വിധിയിൽ ഫെഡറൽ തത്വങ്ങളായിരുന്നു ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത്. കേരളത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കേരളത്തിലും ഈ ഫെഡറൽ തത്വമായിട്ട് ബന്ധപ്പെട്ട വലിയ ഡിസ്കഷൻസ് നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഗവർണറുടെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലെ VC നിയമനങ്ങളായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ആ ചർച്ചകളും ആ വിവാദങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഗവർണർക്ക് എത്രമാത്രം അധികാരമുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കേരളത്തിലും കഴിഞ്ഞ വർഷം എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് മുകളിലാണോ ഗവർണറുടെ അധികാരം എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും വരുന്നുണ്ട്. കാരണം കേരളത്തിലും സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ പല ബില്ലുകളും ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലും ഇതേ രീതിയിൽ തന്നെ ഒത്തിരി ബില്ലുകൾ ഗവർണർ തടഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഈ പറഞ്ഞ സർക്കാരുകൾക്ക് മുകളിലായിട്ട് ഗവർണർ ഒരു അധികാരശക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും രാഷ്ട്രീയത്തിൽ കമൻറ്റ് പറയുകയും ഒക്കെ ചെയ്യുന്ന പുതിയൊരു പ്രവണതയും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കിതിൽ സ്വീകരിക്കാവുന്ന ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇപ്പോൾ ഭരണഘടനാ നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ഗവർണർക്ക് അത്തരത്തിലൊരു റോൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അംബേദ്കർ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായൊരു ജഡ്ജ്മെൻറ്റിലൂടെ നിറവേറ്റേണ്ട ഒരു ചുമതലയും ഗവർണർക്കില്ല, മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾ പിന്തുടരുക മാത്രം ചെയ്താൽ മതി എന്നാണ്. പക്ഷേ ഇവിടെയെല്ലാം ഗവർണർ മന്ത്രിസഭയ്ക്ക് അപ്പുറത്ത്
അപ്പുറത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് അപ്പുറത്തൊരു നിലപാട് സ്വീകരിക്കുകയും വലിയൊരു വിവാദത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ. പ്രത്യേകിച്ചും BJP അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ ഈ അധികാര പ്രയോഗങ്ങളും അവരുടെ നടപടികളും ഇടപെടലുകളുമാണ് ഇത്തരത്തിൽ വലിയ വിവാദത്തിന് കാരണമായിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് പോലെ തമിഴ്നാട്ടിലും ഇതേ വിഷയങ്ങൾ ഗവർണറുടെ പേരിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ BJPയുടെ ഒരു അധികാരം നേരിട്ടല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും നടപ്പിലാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഗവർണർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ വർഷത്തെ കേരള പിറവിയുമായി ബന്ധപ്പെട്ട് കേരളീയം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. സംസ്ഥാനത്തിൻ്റെ പുരോഗതിയും ഭരണ നേട്ടങ്ങളും സാംസ്കാരിക പൈതൃകവും ഒക്കെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു കേരളീയത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കേരളീയം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് വലിയ വിമർശനങ്ങൾക്കാണ് സത്യത്തിൽ ഇടയുണ്ടാക്കിയത്. ഈ ഹൈക്കോടതി തന്നെ, കേരള ഹൈക്കോടതി തന്നെ പൗരന്മാർ ദുരിതത്തിലായിരിക്കുമ്പോൾ സ്റ്റേറ്റിന് ആഘോഷിക്കാനാവില്ല എന്നും ആഘോഷങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടത് പൗരന്മാരുടെ അടിസ്ഥാനമായ ജീവിത പ്രശ്നങ്ങൾക്കാണെന്നും കേരള ഹൈക്കോടതി തന്നെ കേരള സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ കേരളീയം ആഘോഷവും അതിൻ്റെ ധൂർത്തും എല്ലാം കടന്നു പോവുകയുണ്ടായി. അതേസമയം കേരളീയം ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ധൂർത്തിനോടൊപ്പം തന്നെ മറ്റ് ഒരു തലത്തിൽ വലിയ വിവാദമായത് ലിവിങ് മ്യൂസിയത്തിൻ്റെ പേരിലായിരുന്നു. ആദിവാസികളെ ലിവിങ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുകയും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു മ്യൂസിയം പീസായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ള രീതിയിലും വലിയ വിവാദത്തിലേക്ക് കേരളീയം പോവുകയുണ്ടായി. കേരളീയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നവകേരള യാത്രയും അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ വലിയ വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയത്. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഉൾപ്പെടുന്ന സംഘം കേരളത്തിൻ്റെ നിയോജക മണ്ഡലങ്ങളിലൂടെ നടത്തിയ ഈ യാത്ര വലിയ വിവാദമാകാനുള്ള ഒരു പ്രധാന കാരണം ഈ യാത്രയുടെ വഴികളിലുടനീളം നടത്തേണ്ടി വന്ന ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള ദൗത്യമാണ്. അതായത് സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ പാർട്ടി പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും പോലീസും എല്ലാവരും ചേർന്ന് ഈ യാത്രയിലുടനീളം ഈ യാത്രയ്ക്കെതിരെ സംസ്ഥാനത്തെ ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന ഭീകരമായ ഒരു കാഴ്ച മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഓരോ മണ്ഡലങ്ങളിലൂടെയും ഈ യാത്ര തുടർന്നു പോയിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോർട്ടലുണ്ട് മുഖ്യമന്ത്രിയുടെ, അതുവഴി പരാതി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു സാമ്പത്തിക ചെലവിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതൊക്കെ നിലനിൽക്കവേ ഇങ്ങനെ ഒരു കാര്യം പരാതികൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുക എന്ന് പറയുന്നതിനകത്ത് യോജിക്കാൻ പറ്റാത്ത. അതേസമയം 10,000-കണക്കിന് പരാതികൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ മണ്ഡലങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള പരാതികൾ, ഈ 10,000-കണക്കിന് പരാതികൾക്ക് പുറമെ സ്വീകരിച്ചിട്ടുള്ള ഈ പരാതികളിൽ എത്ര എണ്ണം പരിഹരിക്കപ്പെടുമെന്നും ഉചിതമായ രീതിയിൽ പരിഹരിക്കപ്പെടുമെന്നുമുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 2023 കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നെൽ കർഷകരുടെ വിഷയം. നെൽ സംഭരണത്തിൽ വരുന്ന പാളിച്ചകളാണ് അതിന് കാരണമായിട്ട് മാറിയത്. അതിദാരുണമായിട്ടുള്ളൊരവസ്ഥയാണ് സത്യത്തിൽ നെൽ കർഷകരുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു കൃഷി കഴിഞ്ഞ് ആ നെല്ല് സർക്കാർ എടുക്കുകയും അതിനുശേഷം കർഷകൻ അടുത്ത കൃഷി തുടങ്ങുകയും ചെയ്യുമ്പോൾ പോലും ആദ്യം എടുത്ത നെല്ലിൻ്റെ പൈസ കർഷകന് ലഭിക്കുന്നില്ല. ഇനി ലഭിച്ചാൽ തന്നെ സർക്കാർ അത് കൊടുക്കുന്നത് ഒരു ബാങ്ക് വായ്പ പോലെയാണ്. ഓരോ കർഷകനും തങ്ങളിത് തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള രീതിയിൽ ഒരു ഒപ്പിട്ട് കൊടുത്തുകൊണ്ടാണ് സർക്കാർ പൈസ ലോൺ പോലെയാണ് കർഷകന് നൽകുന്നത്. കേന്ദ്ര വിഹിതം സമയാസമയം കിട്ടാത്തത് കൊണ്ടാണ് കർഷകർക്ക് കൃത്യമായ തുക നൽകാൻ സാധിക്കാത്തതെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. അത് ഈ സംഭരണത്തിൽ അത്തരത്തിലൊരു കാലതാമസമുണ്ട് സംഭരണത്തിൻ്റെ പ്രോസസ്സിൽ. അപ്പോൾ ആ കാര്യത്തിൽ ഈ കാലതാമസം സംസ്ഥാന സർക്കാർ മുൻകൂട്ടി കാണുകയും കർഷകർക്ക് കൊടുക്കേണ്ട തുക ബജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്തുകയും കർഷകരെ ഈ ദുരിതത്തിലേക്ക് തള്ളിവിടാതിരിക്കുകയും കർഷക ആത്മഹത്യയിലേക്ക് തള്ളിവിടാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട്. അല്ലെങ്കിൽ കേരളത്തിൽ നെൽകൃഷി തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഈ ഒരു വർഷം കർഷകരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 2023 കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് 2023 ഒക്ടോബറിൽ നടന്ന കളമശ്ശേരി സ്ഫോടനം പറയാതെ പോകാനാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. യഹോവ സാക്ഷികളായ മതവിശ്വാസികൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു യോഗത്തിനിടയിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. സ്ഫോടനം കഴിഞ്ഞ ഉടനെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളാകട്ടെ സമൂഹ മാധ്യമങ്ങളാകട്ടെ ഈ സ്ഫോടനത്തിന് പിന്നിൽ ഹമാസ് ബന്ധം, യഹൂദരും യഹോവ സാക്ഷികളും തമ്മിൽ ബന്ധമുണ്ടെന്നുമൊക്കെ പറഞ്ഞ് പടർത്തുകയും
ഇത് വളരെ വർഗീയമായ രീതിയിലേക്ക് ആ ചർച്ച പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. രണ്ട് മുസ്ലിം യുവാക്കളെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തടവിൽ വെക്കുന്നു. മാധ്യമങ്ങൾ ഇതിനെ വളരെ വിദ്വേഷകരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു, അതിൻ്റെ ചർച്ചകളെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ അന്ന് തന്നെ പ്രതിയെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്ത് വരികയാണ്. ആള് യഹോവ വിശ്വാസി തന്നെയാണ്. യഹോവ വിശ്വാസികൾക്ക് രാജ്യസ്നേഹമില്ലെന്നും ദേശീയഗാനം പാടില്ലെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ആള് അവർക്കെതിരെ ഇത്തരത്തിലൊരു സ്ഫോടനം നടത്താൻ അതാണ് കാരണമെന്ന് പറഞ്ഞ് ആള് മുന്നോട്ട് വരികയും അതോടുകൂടി ഇത്തരം മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ കൊണ്ടുവന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങളെല്ലാം അവസാനിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം ഒരു വിഷയം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ സമൂഹം ജാതിമത ഭേദമന്യേ ഒത്തൊരുമിച്ച് നിൽക്കുന്ന സമൂഹം എന്ന് അവകാശപ്പെടുന്ന കേരളീയ സമൂഹം എന്തുകൊണ്ട് അത്രയും വർഗീയപരമായി ചിന്തിച്ചു എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ച സമയത്ത് ഈ സ്ഫോടനത്തിന് പിന്നിൽ മുസ്ലിങ്ങളായിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളെ അവരുടെയൊക്കെ പോസ്റ്റുകളൊക്കെ കാണപ്പെടുകയുണ്ട്. സത്യം ഈ സ്ഫോടനത്തിനോട് തന്നെ ഭീതി ഉണ്ടാക്കുന്നതായിരുന്നു ഇത് മുസ്ലിം ആവരുതേ എന്നുള്ള ഈ പ്രാർത്ഥനയും. കാരണം അത്രയും ഇസ്ലാമോഫോബിക്കായ ഒരു സമൂഹമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ കൂടെ ഒരു തെളിവായിരുന്നു ആ സ്ഫോടനം. 2023 എക്കോളജിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ എക്സ്ട്രീമായിട്ട് ലോകം മുഴുവനായാലും പ്രാദേശിക തലത്തിലായാലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറയാം. എക്സ്ട്രീം ക്ലൈമാറ്റിക് ഇവൻറ്റ്സ്, അതായത് അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളുടെ കെടുതിയിൽപ്പെട്ട് ലോകം മൊത്തം ദുരിതങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2023 മാർച്ചിലാണ് IPCCയുടെ AR6 സിന്തസിസ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. IPCCയുടെ AR6 സിന്തസിസ് റിപ്പോർട്ട് പറയുന്നത് ഈ ആഗോള താപനില 1.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിർത്താം എന്നാണല്ലോ പാരീസ് ഉടമ്പടി പ്രകാരം രാജ്യങ്ങളെല്ലാം ഒപ്പുവെച്ചിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ 1.1 ഡിഗ്രി സെൽഷ്യസിലെത്തി. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ 2030 കൂടി ഈ പറയുന്ന 1.5 മുകളിലാകും. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേഗം ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം നിർത്തലാക്കിയിട്ട് ഭാവി തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഭൂമി ഇവിടെ ഉണ്ടാകണമെങ്കിൽ എത്രയും പെട്ടെന്ന് കടുത്ത നടപടികളിലോട്ട് ലോകം പോകണം എന്നാണ് മുന്നറിയിപ്പ് നൽകിയത് ഈ റിപ്പോർട്ട്. പക്ഷേ ഡിസംബറിൽ COP28 നടക്കുന്നു. ഈ COP28 ആതിഥേയത്വം വഹിക്കുന്നത് എണ്ണ ഉൽപ്പാദക രാജ്യമായ UAE ആണ്. ആ റിപ്പോർട്ടിന് വൈരുദ്ധ്യമായിട്ടാണ് പിന്നീട് COP28 നടക്കുമ്പോൾ ആതിഥേയത്വം തന്നെ വഹിക്കുന്നത് അത്തരത്തിൽ UAE പോലുള്ളൊരു രാജ്യമാണ്. അവിടെയും ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗ കാര്യത്തിൽ എന്തെങ്കിലും വലിയൊരു തീരുമാനം COP28 ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ലോകത്തിനുണ്ടായിരുന്നു. എന്നാൽ എല്ലാ COP28 സമ്മേളനങ്ങളും പോലെ തന്നെ കുറച്ചുകൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പം ലോകരാജ്യങ്ങൾ എത്തിയിരിക്കുന്നത്. അല്ലാതെ എത്രയും പെട്ടെന്നൊരു വലിയ കടുത്ത നടപടികളിലേക്കോ ഫോസിൽ ഇന്ധനങ്ങൾ കംപ്ലീറ്റ്ലി ഉപയോഗം ഇല്ലാതാക്കുന്ന രീതിയിലൊരു തീരുമാനത്തിലേക്കൊന്നും COP28 എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിരാശയുള്ളൊരു കാര്യം. യഥാർത്ഥത്തിൽ പാരിസ്ഥിതികമായ ഒരു അടിയന്തരാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞു എങ്കിലും അതിന് ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ലോകത്തിലെ രാജ്യങ്ങളും ഭരണകൂടങ്ങളും ഇപ്പോഴും വൈകുന്നു എന്നുള്ള ഒരു വലിയ വൈരുദ്ധ്യം തന്നെയാണ് ഇപ്രാവശ്യത്തെ COP സമ്മേളനവും മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളാണ് ലോകം മുഴുവൻ. അതായത് വളരെയേറെ പ്രശ്നങ്ങൾ ലോകം മൊത്തം അനുഭവിച്ചൊരു വർഷമാണ് കടന്നുപോയത്. ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ജോഷിമഡിൽ തുടങ്ങി പ്രശ്നങ്ങളാണ്. ജോഷിമഡിലെ ഭൂമി ഇടിഞ്ഞ് താഴോട്ട് പോകുന്നു, വീടുകൾക്കൊക്കെ വിള്ളൽ വീഴുന്നു. ഇത്തരം വാർത്തകൾ നമ്മൾ വായിച്ചു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ഈ ജോഷിമഡ് എന്ന് പറയുന്ന സ്ഥലം കാണപ്പെടുന്നത്. 2023 അവസാനിക്കുമ്പോഴും ഉത്തരാഖണ്ഡിൽ സിൽക്കിയാര ടണലിൽ 41ഓളം തൊഴിലാളികൾ ടണൽ നിർമ്മാണത്തിനിടയിൽ കുടുങ്ങിയ വാർത്ത നമ്മൾ കണ്ടതാണ്. അവരെ രക്ഷിക്കാൻ ഏകദേശം 17 ദിവസത്തോളം വേണ്ടി വന്നു. 2023 ഹിമാലയൻ മേഖലകൾ മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ ഓഗസ്റ്റിൽ ഹിമാചൽ പ്രദേശ്, ആസാം, ഉത്തരാഖണ്ഡ് ഇവിടങ്ങളിൽ കനത്ത മഴയിൽ വ്യാപകമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഒക്ടോബർ ആയപ്പോഴേക്കും സിക്കിമിൽ മിന്നൽ പ്രളയവും ഡാം പൊട്ടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഹിമാലയൻ മേഖല മുഴുവനായും പ്രശ്നത്തിലാണ്. എക്കോളജിക്കലി വളരെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഹിമാലയൻ മേഖലകളിൽ തുടരെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം 2023 സുപ്രീം കോടതി
ഹിമാലയൻ മേഖലയുടെ ക്യാരിയിങ് കപ്പാസിറ്റിയെക്കുറിച്ച് പഠനം നടത്തണമെന്ന് പറയുകയും കേന്ദ്ര സർക്കാർ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ നിയമിക്കുകയും ഉണ്ടായി. എന്നാൽ അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഹിമാലയൻ മേഖലയുമായി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിമാലയം ഒരു യങ് ഫോൾഡ് മൗണ്ടൻ ആണ്, അത്രത്തോളം പ്രകൃതി ലോല പ്രദേശമാണ് ഹിമാലയം. അപ്പോൾ അവിടെ കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ, ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ, ഇപ്പോൾ ചാർധാം റോഡ് പോലെയുള്ള പദ്ധതികൾ, ഇത്തരം പദ്ധതികൾക്ക് അനുയോജ്യമായൊരു ഭൂപ്രകൃതിയാണോ ഹിമാലയത്തിനുള്ളത് എന്നുള്ളത് ഒരു റീതിങ്ക് ചെയ്യേണ്ട സമയമാണ് ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വികസന പദ്ധതികൾ, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വികസന പദ്ധതികൾ, ഇത്തരം പദ്ധതികളുടെ ഭാഗമായിട്ട് അവിടുത്തെ ഭൂപ്രകൃതിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ നമ്മൾ കാണുന്ന ദുരന്തങ്ങൾ എന്നുള്ളതാണ് എനിക്ക്. തീർച്ചയായും ഈ തീർത്ഥാടന ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം കേരളവും അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങളിലൂടെ കടന്നുപോയ ഒരു വർഷം കൂടി തന്നെയാണ് 2023. ഇപ്പോൾ കേരളത്തിലെ മൺസൂൺ മഴയുടെ ഘടനയിലുണ്ടാകുന്ന മാറ്റം കേരളത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ അതിതീവ്ര മഴ ഇക്കൊല്ലവും പല സമയത്തായിട്ട് ആവർത്തിച്ചിരുന്നു. ഈ മൺസൂൺ മഴയിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് കർഷകരെയാണ് ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത്. കർഷകർ അവരുടെ കൃഷി സീസണുകൾ നിജപ്പെടുത്തിയിട്ടുള്ളത് ഈ കാലാവസ്ഥയെ ആശ്രയിച്ചാണ്. പക്ഷേ മഴ പെയ്യേണ്ട ഒരു സ്ഥലത്ത് മഴ പെയ്യാതിരിക്കുകയും അതുപോലെ മഴ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വളരെയധികം മഴ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. കർഷകരായിട്ട് സംസാരിക്കുമ്പോൾ പലരും പല കൃഷികൾ ഉപേക്ഷിക്കുകയും കൃഷി ഇനി ഒരിക്കലും ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കർഷകരെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ഇത്തരത്തിലെ മൺസൂണിലെ മാറ്റം വളരെ കാര്യമായി ബാധിച്ചൊരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികളെന്ന് തോന്നുന്നത്. ഇപ്പോൾ അറബിക്കടലിലായാലും ഒത്തിരി ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറയുന്നു. അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലെടുക്കുന്ന സാഹചര്യത്തിലുള്ള അപകടങ്ങളുടെ എണ്ണം കൂടുന്നു. എന്നാൽ അവർക്ക് ഒരു തരത്തിലും ഇപ്പോഴും കൃത്യമായിട്ടുള്ള കാലാവസ്ഥ സന്ദേശം മത്സ്യത്തൊഴിലാളികളിലേക്ക് അവരുടെ തൊഴിലിന് അനുസൃതമായി എത്തേണ്ട സമയങ്ങളിൽ വികേന്ദ്രീകൃതമായി എത്താനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൂടി നമ്മൾ അതിൻ്റെ ഒപ്പം ചേർത്ത് വെച്ച് പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തീരത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ അസ്ഥിരമായിട്ടുള്ള തീരശോഷണം, ഒരു വലിയൊരു ശതമാനം തീരത്തും തീരശോഷണം ആഘാതമുണ്ടാക്കുന്ന, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും കൂടുന്നൊരു സാഹചര്യത്തിൽ കേരളം കടന്നു പോകുമ്പോൾ പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് തീരദേശത്തോട് ചേർന്ന് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യം എടുത്താൽ വിഴിഞ്ഞും തിരുവനന്തപുരത്തിൻ്റെ തീരദേശത്തുണ്ടാക്കിയ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിനുശേഷം സർക്കാരിൻ്റെ തീരദേശ ഹൈവേ എന്നുള്ള പ്രൊജക്റ്റ് വരെയാണ്. മത്സ്യത്തൊഴിലാളികളെ തീരദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന, മത്സ്യത്തൊഴിലാളികൾക്ക് തീരത്തോടടുത്ത് ഭൂമി കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന അവർ ഫ്ലാറ്റുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന അതേ സർക്കാർ തന്നെ വലിയ രീതിയിൽ ഭൂമി ഏറ്റെടുക്കുകയും തൊട്ടപ്പുറത്ത് NH-66 ഉള്ളപ്പോൾ തന്നെ മറ്റൊരു വലിയൊരു ഹൈവേ പണിയുകയും ചെയ്യുന്ന കാലാവസ്ഥയെയോ ഒരു സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള അതിൻ്റെ സംവിധാനങ്ങളെ ഒന്നും പരിഗണിക്കാതെ തീർത്തും കാലാവസ്ഥ, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥയോട് വിരുദ്ധമായിട്ടുള്ള ഇതിലൊരു വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ തീരദേശ മേഖലയിൽ കൊണ്ടുപോകുന്നുള്ളത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനർത്ഥം നമ്മളുടെ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ നയങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെ വേണ്ടത്ര പരിഗണനയോടെ ഉൾപ്പെടുത്താൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. 2023 കേരളത്തിൽ പാരിസ്ഥിതികമായി നോക്കുമ്പോൾ ഉണ്ടായ ഒരു വലിയ ദുരന്തമാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തം എന്ന് പറയാം. അത്രത്തോളം വിഷപ്പുക അവിടെ പ്രദേശവാസികൾ ശ്വസിക്കേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ കേന്ദ്രീകൃതമായി ഒരു സ്ഥലത്ത് മാലിന്യം കൊണ്ടുവന്ന് കൂട്ടുന്ന ഒരു രീതി തുടർന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രശ്നമായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് പലപ്പോഴും ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് മാലിന്യം കൊണ്ടുവന്ന് കൂട്ടുന്നതിനെതിരെ വളരെ ശക്തമായി സമരങ്ങൾ നടന്നൊരു സ്ഥലമാണ് കേരളം എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത്തരം സമരങ്ങളുടെ ഫലമായിട്ടായിരിക്കാം കേരള സർക്കാർ ഈ ഇത്തരത്തിൽ മാലിന്യങ്ങൾ എവിടെയാണോ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് ആ ഇടങ്ങളിൽ തന്നെ ഇതിനെ സംസ്കരിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്ക് മാറിയിരുന്നു. അത് ഹരിത കേരള മിഷനും ക്ലീൻ കേരള കമ്പനിയും ശുചിത്വ മിഷനും ഒക്കെ സംയുക്തമായി ചേർന്ന് അത്തരത്തിലൊരു രീതിയിലേക്ക് മാറിയിരുന്ന സർക്കാരാണ് പിന്നീട് മാലിന്യങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്ന ആശയത്തിന് പിന്നാലെ ഇത്തരത്തിൽ ബ്രഹ്മപുരം പോലൊരു സ്ഥലത്ത് ഹ്യൂജ് എമൗണ്ട് മാലിന്യം കൊണ്ടുവന്ന് തട്ടുകയും അത് ഇത്തരത്തിലൊരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. അപ്പോൾ മുൻ സമരങ്ങളിൽ നിന്നും ആളുകളുടെ പ്രതിഷേധങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയ വികേന്ദ്രീകൃതമായി മാലിന്യം സംസ്കരിക്കണം എന്ന രീതിയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ആക്ച്വലി ബ്രഹ്മപുരം ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
അതുപോലെ തന്നെ ബ്രഹ്മപുരത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ ഒരു 2 ആഴ്ച അത് ചർച്ച ചെയ്തു എന്നതിലുപരി ഈ പ്രശ്നത്തിന് കാരണക്കാരായ സോണ്ട എന്ന കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ, മറ്റ് ജനപ്രതിനിധികൾ, ഇവർക്കെതിരെ ആർക്കെതിരെയും ഒരു നടപടിയില്ലാതെ ആ വിഷയം അങ്ങ് കെട്ടടങ്ങി. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ആ വിഷയത്തിനെ പിന്നീട് ഒരിക്കലും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയോ ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യാതെ തഴഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 2023 കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന, ഇനി 2024 ഏറ്റവും രൂക്ഷമായ പ്രശ്നമായി തുടരാൻ പോകുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ മനുഷ്യ വന്യജീവി സംഘർഷം. അപ്പോൾ അരിക്കൊമ്പൻ എന്ന ആനയെയും അരിക്കൊമ്പൻ്റെ പാലായനത്തെയും ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളുമൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചർച്ചയാക്കപ്പെടുകയൊക്കെ ചെയ്തു. എന്നാൽ അരിക്കൊമ്പൻ വിഷയത്തിൽ എന്നതുപോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം മാത്രമാണ് മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്നങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്നത്. കൃത്യമായിട്ട് അടിസ്ഥാനപരമായിട്ട് പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും പരിഹരിക്കാനും ഉള്ള സമുചിതമായ നടപടികളിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളത് വലിയ ഒരു പരിമിതിയാണ്. കാരണം ഈ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഈ മൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഭയന്നുകൊണ്ട് കഴിയുന്ന, ജീവൻ പണയം വെച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. എങ്കിൽ പോലും അതിനനുസൃതമായിട്ടുള്ള ഒരു പരിഹാര നടപടികളിലേക്ക് സർക്കാർ ഇതുവരെ കടന്നിട്ടില്ല. എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ തന്നെ ഒട്ടനവധി പദ്ധതികൾ ഈ പ്രശ്നത്തെ രൂക്ഷമാക്കാൻ കാരണമായിട്ടുമുണ്ട്. ഇപ്പം നമ്മുടെ കാടുകളിൽ വനം വകുപ്പ് നട്ടുപിടിപ്പിച്ചിട്ടുള്ള യൂക്കാലി തോട്ടങ്ങൾ, തേക്ക് തോട്ടങ്ങൾ, ഇതെല്ലാം തന്നെ മൃഗങ്ങളെയും കാടുകളിൽ നിന്ന് പുറത്തിറക്കാൻ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഈ വനവിഭവങ്ങളെ ഇല്ലാതാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ വനമേഖലകളോട് ചേർന്ന് താമസിക്കുന്ന കർഷകരായിട്ടുള്ള ആളുകൾ, അതിൽ തന്നെ ദരിദ്ര കർഷകരായിട്ടുള്ള ആളുകളും ദളിത് ആദിവാസി വിഭാഗങ്ങളിലൊക്കെ പെടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ മൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നതും പലപ്പോഴും കൊല്ലപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധ സർക്കാർ കൊടുക്കാതിരിക്കുന്നുണ്ടോ എന്നും കൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വന്യജീവികളുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന തകരാറ്, അവരുടെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ്റെ കടന്നുകയറ്റം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടിയാണ് ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുമായി കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു കാര്യമാണ് 2023 ആരോഗ്യരംഗത്ത് സംഭവിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, നിപ്പ വീണ്ടും വന്നു, കോവിഡ് വീണ്ടും വന്നു. ഇത് രണ്ടും പറയുമ്പോൾ എന്താണ് വന്യജീവികളുമായുള്ള ബന്ധം എന്നുള്ളൊരു ചിന്ത വരുമായിരിക്കാം. എന്നാൽ ഇത് രണ്ടും സൂണോട്ടിക് ഡിസീസസ് ആണ്, അതായത് ജന്തുജന്യ രോഗങ്ങളാണ് എന്നത് ചർച്ചകളിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ജന്തുജാലങ്ങൾക്കും അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിനും ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം രോഗങ്ങൾ മനുഷ്യരിലേക്ക് എത്തുകയും അത് വലിയൊരു വിപത്തായി, മനുഷ്യ കുലത്തിന് മൊത്തം ഒരു വിപത്തായി മാറുകയും ചെയ്യുന്നത് എന്ന തലത്തിലേക്ക് ഇതിനെ ചർച്ച ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ പരിസ്ഥിതിയും ഇവിടുത്തെ സവിശേഷതകളും ഒക്കെ നോക്കിയിട്ട് അസുഖത്തിനുള്ള പ്രതിരോധം എന്നതിനപ്പുറം ഒരു വൺ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് കേരളം അത് വൺ ഹെൽത്ത് എന്ന് പറയുന്ന ആശയത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. എന്നാൽ അത്തരത്തിൽ നടപടികളിലേക്ക് മുൻപോട്ട് പോയാൽ മാത്രമേ ഇത്തരം ജന്തുജന്യ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആരോഗ്യ മേഖലയും മൃഗ, കൃഷി, ഭക്ഷ്യ, പരിസ്ഥിതി, വനം മേഖലകളെല്ലാം ഒരുമിച്ച് ഐക്യത്തോടെ ഒരു പോളിസി നടപ്പിലാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യവും നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയുള്ളൂ എന്നാണ് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് 2023 ഒരു സുപ്രധാനമായിട്ടുള്ള ബില്ലായിരുന്നു കേരളത്തിലെ പൊതുജനാരോഗ്യ ബില്ല്. 2021 ഓർഡിനൻസായിട്ട് ഈ ബില്ല് വരുന്നത്. ആ സമയത്ത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിന് ഒരു അമിതാധികാര പ്രയോഗത്തിനുള്ള അവസരം നൽകുന്ന ഒരു ബില്ലായിട്ടാണ് ഇത് വരുന്നത്. ആ അമിതാധികാര പ്രയോഗത്തെ കൂടുതൽ നിയമസാധുതകളോടെ പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു ബില്ലായിട്ട് ഇത് 2023 വീണ്ടും കടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ 2021 കോവിഡ് സമയത്ത് ഇത്തരത്തിലുള്ള അമിതാധികാര പ്രയോഗങ്ങളിലൂടെയും മറ്റും കുത്തക കമ്പനികൾക്ക് ഉണ്ടാക്കി കൊടുത്ത അമിത ലാഭത്തെ കൂടി വീണ്ടും നിയമസാധുതമായ വഴികളിലൂടെ കൊണ്ടുവരുന്ന ഒരു ബില്ലായിട്ട് കൂടിയാണ് ഈ
ബില്ലിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പരിരക്ഷ നൽകുന്ന, ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു ബില്ല് എന്നതിനപ്പുറത്തേക്ക് പകർച്ചവ്യാധി സമയത്ത് ഗവൺമെൻറ് എങ്ങനെയാണോ ആരോഗ്യ മേഖലയെ കൈകാര്യം ചെയ്തത് അതിനെ വീണ്ടും പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു ഇടമാണ് ഈ ബില്ല് ഒരുക്കി കൂട്ടുന്നത്. അതിലൂടെ തന്നെ അടുത്തൊരു പടിയായിട്ട് ഈ അമിതാധികാരങ്ങളിലൂടെ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ആരോഗ്യ പോളിസി നടപ്പിലാക്കാനും കൂടിയാണ് ഗവൺമെൻറ് ഈ ബില്ലിലൂടെ ശ്രമിക്കുന്നതെന്നാണ് ഇതിൻ്റെ ഒരു വായനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചും അതുപോലെ മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ നമ്മൾ 2023 ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാതെ ഒരു സംഭവമാണ് ന്യൂസ് ക്ലിക്കിനെതിരെ നടന്ന റെയ്ഡ്. നെവിൽ സിംഗം റോയ് എന്ന അമേരിക്കൻ ബിസിനസ്സുകാരൻ്റെ ഫണ്ട് വാങ്ങുകയും ചൈനയ്ക്ക് അനുകൂലമായ പ്രൊപ്പഗണ്ട പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന പേരിലാണ് ന്യൂസ് ക്ലിക്കിൻ്റെ എഡിറ്റർ പ്രവീൺ പുർക്കായസ്തയ്ക്കെതിരെയും അതുപോലെ അവരുടെ HR തലവനെതിരെയും UAPA ചുമത്തി സർക്കാർ കേസെടുക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ ഒരു വർഷമായിട്ട് ഇതേ ന്യൂസ് ക്ലിക്കിനെതിരെ EDയും മറ്റ് ഏജൻസികളും സർക്കാർ ഏജൻസികളും അന്വേഷണം നടത്തുന്നുണ്ട്. ഇവരുടെ അന്വേഷണത്തിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു തെളിവുകളോ അല്ലെങ്കിൽ ഇങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യം ഇവർ നടത്തി എന്ന രീതിയിൽ യാതൊരുവിധ നടപടികളും എടുക്കാൻ ഈ ഏജൻസികൾ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ചൈനീസ് അനുകൂല പ്രൊപ്പഗണ്ട നൽകി എന്ന പേരിൽ UAPA ചേർത്തത്. എന്നാൽ ന്യൂസ് ക്ലിക്കിൻ്റെ കണ്ടന്റ് മുഴുവൻ അവൈലബിൾ ആണ്. അത്തരത്തിൽ ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു കണ്ടന്റുകളും അവരുടെ പബ്ലിക്കായിട്ടുള്ള അവരുടെ മെറ്റീരിയലുകളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇന്ത്യൻ മാധ്യമരംഗത്ത് ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം കൃത്യമായി ഉയർത്തുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ന്യൂസ് ക്ലിക്ക്. അപ്പോൾ വിമത സ്വരങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവായിട്ട് ഈ ന്യൂസ് ക്ലിക്കിലെ റെയ്ഡ് മാറുകയായിരുന്നു. അതിനൊപ്പം നമ്മൾ കാണേണ്ടത് ന്യൂസ് ക്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഈ റെയ്ഡ് ഒരേ സമയം നടന്നത് അവരുടെ ഓഫീസിൽ അവരുടെ സ്ഥിരം ജോലിക്കാരല്ലാത്ത അവർക്ക് വേണ്ടി എഴുതുന്ന ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ വസതിയിൽ, അതുപോലെ അവിടുത്തെ ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് താമസിക്കുന്നത് സീതാറാം യെച്ചൂരിയുടെ ഔദ്യോഗിക ഭവനത്തിലാണ് അവിടെ. അതിനെ തുടർന്ന് കേരളത്തിൽ, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കെതിരെയും ഉള്ള നടപടിയായിട്ടാണ് ന്യൂസ് ക്ലിക്കിനെതിരെ നടപടിനെ കാണുക. അതുപോലെ തന്നെ ഈ രണ്ടുപേരെയാണ് UAPA ചേർത്ത് അറസ്റ്റ് ചെയ്തതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ, അവിടെ ഉപയോഗിക്കുന്ന മറ്റ് മൊബൈൽ ഫോണുകൾ, ഇത്തരത്തിലുള്ള ഡിവൈസുകൾ മൊത്തം അവർ പോലീസ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഹാഷ് വാല്യൂ കൈമാറുകയോ ഇത് ഏറ്റെടുത്തുന്ന രീതിയിലുള്ള ഒരു അറിയിപ്പ് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ കഠിനമായ മനുഷ്യാവകാശ ലംഘനമാണ് ഈ കേസായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് കേരളത്തിലേക്ക് വരുമ്പോൾ പോലും ഇതുപോലെ മാധ്യമപ്രവർത്തകർക്കെതിരെ UAPA അല്ലെങ്കിൽ പോലും സംസാരിക്കുന്നവർക്കെതിരെ ഒരു കേസ് കൊടുത്ത് അവരെ ഭയപ്പെടുത്തുക, ഇനി സംസാരിക്കാതിരിക്കുക എന്നുള്ളതിൻ്റെ ചെറിയൊരു പ്രതിഫലനം കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതെ, വനിതാ മാധ്യമപ്രവർത്തകരായ ഏഷ്യാനെറ്റിൻ്റെയും 24-ൻ്റെയും മാധ്യമപ്രവർത്തകർക്കെതിരെ കേരളത്തിലും കേസെടുക്കുന്നൊരു സംഭവം നമ്മൾ കണ്ടതാണ്. ഇപ്പം നവകേരള യാത്രയോടനുബന്ധിച്ച് പിണറായി വിജയനോട് ജീവൻ രക്ഷാ ദൗത്യത്തെക്കുറിച്ച് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോടൊക്കെ കയർക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. മുൻപും സമാനമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം BJPയുടെ വക്താവായിട്ടുള്ള സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയെ തൊഴിലിടത്തിൽ വെച്ച് അധിക്ഷേപിക്കുന്നത് നമ്മൾ വളരെ പരസ്യമായി കണ്ടു. അതിനെ പോലും ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളും അതിൻ്റെ തുടർന്നുണ്ടായി. അതോടൊപ്പം തന്നെ കേരളത്തിലൊരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഒരു BBC പോലെയുള്ള ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിൻ്റെ ഓഫീസിലും റെയ്ഡ് നടത്തപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ചും മോദി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള BBCയുടെ ഡോക്യുമെൻ്ററി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ BBC റെയ്ഡ് ചെയ്യുന്നു. ഇങ്ങനെ സത്യം പറയുന്ന വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളെ വിലക്കുകയും അവരെ ഈ പല രീതിയിൽ റെയ്ഡ് ചെയ്യുകയും അവരുടെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും, ഇപ്പം ഈ ഉപകരണങ്ങൾ പിടിച്ചെടുക്കുന്നത് ഈ പ്രശ്നത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സ്റ്റാൻസ്വാമിയെ പോലെയുള്ള ഒരാളുടെ ലാപ്ടോപ്പിൽ പോലും പെഗാസസ് പോലെയുള്ള ഒരു വൈറസിലൂടെ വിവരങ്ങൾ കുത്തിവെച്ചത് നമ്മൾ കണ്ടു. അപ്പം ഇത്തരത്തിൽ ഉള്ള ഈ പിടിച്ചെടുക്കലുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടികളിലൂടെ തന്നെ വേണം. ഇപ്പം നേരത്തെ എനിക്ക് പറഞ്ഞ പോലെ ഹാഷ് വാല്യൂ ഒക്കെ കൈമാറിക്കൊണ്ട് തന്നെ നടക്കണമെന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ആവശ്യവും തുടർന്ന് മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിയമ സംരക്ഷണം ഈ കാര്യങ്ങളിൽ, ഈ നടപടികളിൽ മാധ്യമപ്രവർത്തകർക്ക് എങ്കിലും നൽകേണ്ടതുണ്ട് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിടുന്നൊരു കാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാൽ 2023 എനിക്ക് പ്രതീക്ഷ നൽകിയൊരു വിധി ഉണ്ടായത് ഏപ്രിൽ മാസം
മീഡിയ വണ്ണിൻ്റെ വിലക്ക് റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി പറഞ്ഞ ചില കാര്യങ്ങളാണ്. സുപ്രീം കോടതി പറഞ്ഞത് മാധ്യമങ്ങളെ നിയന്ത്രിച്ചാൽ ജനങ്ങൾ ഒരേ ദിശയിൽ ചിന്തിക്കും, ഏക സ്വഭാവ വീക്ഷണം ജനാധിപത്യത്തിന് തന്നെ അപകടകരമായി തീരുന്നതാണ്. മാധ്യമ സ്വാതന്ത്ര്യം അത്രത്തോളം വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ സുപ്രീം കോടതി പറഞ്ഞ അത്തരത്തിലുള്ളൊരു ബഹുസ്വരത മാധ്യമ രംഗത്തും നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ നടക്കുന്ന അവകാശ ലംഘനങ്ങൾ, അവർക്കെതിരെ എടുക്കുന്ന കള്ളക്കേസുകൾ, അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. എന്നാൽ അതേസമയം തന്നെ 100ഓളം മാധ്യമപ്രവർത്തകരാണ് ഇസ്രായേൽ ഗാസയ്ക്ക് മേൽ നടത്തുന്ന ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടത്. അങ്ങനെ ഒരു വർഷത്തിനോട് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഈ ചർച്ച തുടരുമ്പോഴും ഗാസയ്ക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ വേദനിപ്പിക്കുന്ന കാര്യം. 21,000 എത്തിയിരിക്കുന്നു മരണസംഖ്യ. അതുപോലെ തന്നെ 8,000-ലധികം കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത്. ചികിത്സിക്കാൻ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളുമില്ലാതെ ഗാസ നഗരം തന്നെ സമ്പൂർണ്ണമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ അപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് ചികിത്സ കൊടുക്കാനോ അവർക്ക് ഭക്ഷണം നൽകാനോ ഒന്നും സാധിക്കാതെ പൂർണ്ണമായിട്ടും ഒരു ജനസമൂഹത്തിനെ മുഴുവൻ ഒരു വംശീയ ഉന്മൂലനം നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ 2024 നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഏറ്റവും അടിയന്തരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതും ഗാസയിലെ ഒരു വെടിനിർത്തലുണ്ടാവുകയും പലസ്തീൻ കോസിന് അല്ലെങ്കിൽ പലസ്തീൻ ക്വസ്റ്റ്യന് ഒരു ഉത്തരം ഉണ്ടാവുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം.